ഹലോ ഗൈസ്, എല്ലാവർക്കും മമ്മൂസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു 4-4:30 നല്ല മഴ സ്റ്റാർട്ട് ചെയ്തു. 2-3 ദിവസം മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. അതിന് നല്ല ചൂടും ഉണ്ടായിരുന്നു നമ്മുടെ പാലക്കാട്. അപ്പോൾ ഇപ്പോൾ തകർത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് നോക്കിയാലോ. ഇന്നത്തെ വീഡിയോ നമ്മളുടെ ഈവനിങ് വീഡിയോ ആണ്, നൈറ്റ് ഫുഡിൻ്റെ. ഞാൻ 2 ദിവസമായി വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഇന്നലെയാണ് വീഡിയോ ഇടാതിരുന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വൈകിട്ട് ഒരു സ്പെഷ്യലായിട്ട് നമുക്കൊരു എഗ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എഗ് ബിരിയാണി അല്ല, ബിരിയാണി പോലെ. അപ്പോൾ അതിന് വേണ്ട ഐറ്റംസൊക്കെ ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വലിയുള്ളി, പിന്നെ അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ കുറച്ച് മഷ്റൂം ഉണ്ടായിരുന്നു. പിന്നെ മഷ്റൂം നാടനാണ്, നമ്മളുടെ ഇവിടെ വീട്ടിൻ്റെ അവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അത് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് 2 കിട്ടി. അപ്പം ഞാൻ അത് ഇനിയിപ്പോൾ 2 വെക്കേണ്ട, അതിലിടാമെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചു. പിന്നെ ഞാൻ കുറച്ച് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് രാവിലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എഗ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മുട്ട തൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ നമ്മളുടെ ചെള്ളിക്കുട്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവൻ എപ്പോഴും എനിക്ക് ഹെൽപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ കറണ്ടില്ല ഗൈസ്. ഞാൻ കടയിൽ നിന്ന് വീടെത്തിയതും കറണ്ട് പോയി. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും എമർജൻസി ലൈറ്റിൽ തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് 1 സ്പൂൺ നെയ്യിട്ടു. പിന്നെ അതിനുശേഷം നമ്മൾ ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുഴുങ്ങിയ മുട്ട ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഈ ചൂടായ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാരണം ഇത് നമ്മൾക്ക് റൈസിൽ കൂടെ ഇട്ടിട്ട് പുഴുങ്ങാനുള്ളതാണ്, അതായത് അതിൻ്റെ കൂടെ വേവാനുള്ളതാണ്. അപ്പോൾ അതിൽ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. അതിനുശേഷം ആ മുട്ടനെ നന്നായിട്ടൊന്ന് എണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം, ഓയിലുള്ളവർക്ക് ഓയിലും ഉണ്ടാക്കാം. അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് അത് മാറ്റി വയ്ക്കാം. പിന്നെ എൻ്റെ ക്യാമറയിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് മിസ്റ്റേക്ക് മീൻസ് അങ്ങനെയല്ല, കളർ ഒരു ഗുമ്മ കിട്ടുന്നില്ല. പക്ഷേ ഇത് ശരിക്കും നല്ല റെഡിഷ് കളറും ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മളുടെ ക്യാമറയിൽ ഒരു യെല്ലോ പോലെ ഇങ്ങനെ നിൽക്കുന്നത് എന്താണെന്ന് അറിയുന്നില്ല. എൻ്റെ ഫോണിൻ്റെ ഇതായിരിക്കും. പിന്നെ അതിനുശേഷം നമ്മുടെ ഉള്ളിയൊക്കെ ഇട്ടു. പിന്നെ ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം കറണ്ട് വന്നു. അപ്പോൾ പിന്നെ സമാധാനമായി. പിന്നെ നമ്മളതൊക്കെ എമർജൻസി ആയിട്ടൊക്കെ മാറ്റി വെച്ചു. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി ഫ്രൈ ചെയ്തു. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത തക്കാളി ഇട്ടു. സൗണ്ട് കേൾക്കുന്നുണ്ടാവും, കുട്ടികളോടെ കളിക്കേണ്ടത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം അത് കുറച്ച് നല്ല ഡീപ്പായിട്ട് വേവണം. അതിനുശേഷം നമ്മളുടെ അതിട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. കാരണം നമ്മൾ മുട്ടയ്ക്കുള്ള മഞ്ഞൾപ്പൊടി മാത്രമേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് ബിരിയാണി മസാല ആഡ് ചെയ്യണം. അതിനുശേഷം ഗരം മസാല ഉള്ളവരാണെങ്കിൽ ഗരം മസാല മാത്രം മതി. ഞാൻ ബിരിയാണി മസാല ഉണ്ടായിരുന്നത്, അപ്പോൾ കുറച്ച് അത് അത്യാവശ്യം നന്നായിട്ട് ആഡ് ചെയ്തു. അതിനുശേഷം കുറച്ച് മുളക് പൊടിയും കൂടി ഞാൻ ഇടും, ഒരു ശകലം. കാരണം പച്ചമുളക് ഉണ്ടായില്ല. അപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ പച്ചമുളക് വെളുത്തുള്ളിയിൽ കൂടെ ഇട്ട് അരയ്ക്കുന്നതാണ്. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് നമുക്ക് മുളക് പൊടിയും കൂടി കുറച്ച് ഇതിൽ ആഡ് ചെയ്യാം. അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മളുടെ പുതിനയും മല്ലിച്ചപ്പും, കറിവേപ്പില വേണ്ട, കറിവേപ്പില ഇടാം, താല്പര്യമുള്ളവർക്ക് കറിവേപ്പില ഇടാം, പക്ഷേ കറിവേപ്പില വേണ്ട. അതിനുശേഷം നമ്മളുടെ മഷ്റൂമും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. കുറച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ അരി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 10 മിനിറ്റ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമ്മളുടെ കുക്കറിലേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യണം, അപ്പോൾ വേഗം വെള്ളം ഒഴിക്കാൻ പാടില്ല. ഈ അരി കുറേ നേരം നന്നായിട്ട് ഇങ്ങനെ ഇതിൽ കിടന്ന് കുറച്ച് നേരം ഇങ്ങനെ കുക്കറിലേക്ക് ഇങ്ങനെ ഒരു ഡീപ്പ് ഫ്രൈ ആയിട്ട് പോകണം. അതിനുശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണെന്ന് അറിയാലോ. അപ്പോൾ ആ ഒരു അളവിൽ ഞാൻ 2 കപ്പ് അരി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ 4 കപ്പ് വെള്ളം എടുത്ത് ഒഴിച്ചു. ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇത് ചെയ്യണം, അതായത് ഫുള്ളിൽ തന്നെ വെച്ചിട്ട് ചെയ്യണം. അതിനുശേഷം നന്നായി വെള്ളമൊക്കെ ഒഴിച്ച് ഇളക്കിയതിന് ശേഷം ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിന് വേണ്ട ഉപ്പിടുക. പിന്നെ തൈര് ഒഴിക്കണവർക്ക് തൈര് ഒഴിക്കാം. പിന്നെ നാരങ്ങ, തൈരിന് പകരം നാരങ്ങയാണെങ്കിൽ നാരങ്ങ, അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഏതും ഇല്ലയെന്നുണ്ടെങ്കിൽ വിനാഗിരി. ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇതിൽ എടുക്കാൻ പറ്റിയില്ല തോന്നുന്നു. പിന്നെ നമ്മളുടെ മല്ലിച്ചപ്പും കറിവേപ്പിലയും ബാലൻസ് ഉള്ളതും കൂടി ഇട്ടു, കുറച്ച് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മളുടെ മുട്ടയിട്ടു.
മുട്ടയിട്ടൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഞാൻ അടച്ചു വെച്ചു. എൻ്റെ കുക്കറിൻ്റെ പ്രഷർ ഒരു വിസിലും അതിൻ്റെ എയർ. പിന്നെ ഞാൻ അതിന് വേണ്ട കച്ചമ്പർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തൈരിൽ. പിന്നെ അത് ആ അടുപ്പിലാകുമ്പോഴേക്കും ഞാൻ വേഗം ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉണ്ണിയപ്പത്തിന് ഞാൻ കുറച്ച് അരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഉണ്ണിയപ്പം ഈ പറഞ്ഞ പോലെ ഒരു ശകലം വെള്ളം കൂടിയോ എന്നൊരു ഡൗട്ടുണ്ടായിരുന്നു മാവിൽ. കാരണം ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതറിയാതെ അമ്മോ ആരാന്നറിയില്ല ഒരിത്തിരി കൂടി വെള്ളം ഒഴിച്ചു. അപ്പോൾ അത് കുറച്ച് വെള്ളം പോലെ ആയി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ണിയപ്പം. ആ ഒരു എന്താ പറയുക, ഞാനിത് ഉണ്ടാക്കിയതിൽ എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയത് ഇപ്രാവശ്യം ഉണ്ടാക്കിയതാണ്. അപ്പോൾ നന്നായി ഉണ്ടായിരുന്നു. കുറച്ചൊരു വെള്ളത്തിൻ്റെ ഒരു ഇത് കൂടിയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറയാനില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ ക്യാമറേൻ്റെ ഒരു ഇത് കൊണ്ടാണ് കളറ് നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് യെല്ലോ പോലെ തന്നെ തോന്നുന്നത്. പക്ഷേ നല്ല ബ്രൗൺ കളറായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ണിയപ്പം. നമ്മളുടെ ഉണ്ണിയപ്പക്കല്ലും നോൺ സ്റ്റിക്കിൻ്റെയാണ്, അടിപൊളിയായിട്ട് കിട്ടണമുണ്ടായിരുന്നു. എൻ്റെ ഇരുമ്പ് ചട്ടിൻ്റെയിലായിരുന്നെങ്കിൽ അത് ഒട്ടിപ്പോയിനെ. പക്ഷേ ഇത് നോൺ സ്റ്റിക്ക് ആയത് കാരണം കൊണ്ട് ഇട്ടപ്പെടാന്ന് എടുക്കാൻ പറ്റി. കണ്ടില്ലേ ഒരു കളറ്, പക്ഷേ ഈ കളറല്ല, പക്ഷേ ഇതിൽ ഈ കളറായിട്ട് തോന്നുകയാണ്. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി ഇതേപോലത്തെ ഒരു 2 പ്രാവശ്യം ഉണ്ടാക്കാനുള്ള മാവ്, അതായത് ഒരു കപ്പ് മാവ് ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ആയി. അതിനുശേഷം ഞാൻ അത് ഓരോന്നായിട്ട് എടുക്കുകയാണ്. അത് എടുത്തതിന് ശേഷം അങ്ങനെ ഓരോന്നായിട്ട് എല്ലാം എടുത്തതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യാം, കഴിക്കാം. അത്രയൊക്കെയുള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ. പിന്നെ നമ്മളുടെ റൈസൊക്കെ സെറ്റായി വന്നു. സെറ്റായിട്ട് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ടായിരുന്നു. റൈസിന് കറക്റ്റ് വേവായിരുന്നു. ഉപ്പാണെങ്കിലും എല്ലാം നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഉണ്ണിയപ്പമാണെങ്കിലും ശരി, അതും കറക്റ്റായി. അങ്ങനെ അതും കഴിഞ്ഞു, 2 ഒപ്പമായി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു. അപ്പോൾ ഞാൻ കഴിക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഞാനത് ചൂടാറാൻ വേണ്ടി പ്ലേറ്റിലൊക്കെ വെച്ച് പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി എന്നിട്ടാണ് കഴിക്കാനിരുന്നത്. പിന്നെ ഞാൻ അതിന് ശേഷം വീഡിയോ എടുക്കാൻ നിന്നില്ല ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചിക്കൻ ഇല്ലെങ്കിലും നമുക്ക് ഈ എഗ്ഗ് വെച്ചിട്ടുണ്ടാക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലും കൂടി അമർത്തണേ. ടാറ്റാ.